കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഒരു സപ്ലി വന്നോ? അയ്യോ, ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? പേടിക്കേ വേണ്ട. നിങ്ങൾ മാത്രമല്ല ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നത്. ഈ സപ്ലിമെന്ററി പരീക്ഷകൾ എന്താണ്, അത് എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് എത്രയൊക്കെ അവസരങ്ങൾ കിട്ടും എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വാ, നമുക്കിതിന്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലാം. അല്ലേ, ഒരു സപ്ലി കിട്ടിയാൽ പിന്നെ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കും: ദൈവമേ, ഇത് എഴുതിയെടുക്കാൻ എനിക്ക് എത്ര ചാൻസ് കിട്ടും? പലർക്കും ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാകില്ല, അതുകൊണ്ട് തന്നെ വെറുതെ ടെൻഷൻ അടിക്കും. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഓരോ അവസരവും എത്രയാണെന്ന് നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ 5 സ്റ്റെപ്പുകളായിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇത് കഴിയുമ്പോഴേക്കും സപ്ലി ക്ലിയർ ചെയ്യുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ മിക്കവാറും എല്ലാ സംശയങ്ങളും മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊരു റോഡ് മാപ്പ് പോലെ കണ്ടോളൂ. നമുക്ക് തുടങ്ങാം. ശരി, അപ്പം നമുക്ക് ഏറ്റവും ബേസിക് ആയ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ സപ്ലിമെന്ററി പരീക്ഷകളെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു അടിസ്ഥാന നിയമം? അതാണ് N+2 റൂൾ. N+2 ഈ ഒരൊറ്റ ഫോർമുല ഓർത്തു വെച്ചാൽ മതി. വളരെ സിമ്പിളാണ്. ഇത് യൂണിവേഴ്സിറ്റി സ്വന്തമായിട്ടുണ്ടാക്കിയതല്ല, UGCയുടെ ഒരു ഗൈഡ് ലൈനാണ്. ഇതിലെ N എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോഴ്സിന്റെ നോർമൽ ഡ്യൂറേഷൻ, അതായത് സാധാരണ എത്ര വർഷമാണോ പഠിക്കേണ്ടത് അത്. ഉദാഹരണത്തിന് ഒരു 3 വർഷത്തെ ഡിഗ്രി കോഴ്സിന് N എന്ന് പറയുന്നത് 3 ആയിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പോ ഈ N+2 നിയമം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കോഴ്സ് കാലാവധി കഴിഞ്ഞാലും പേടിക്കണ്ട. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് 2 വർഷം കൂടി എക്സ്ട്രാ സമയം തരും. എന്തിന്? ഈ ബാക്കിയുള്ള പേപ്പറുകളെല്ലാം എഴുതിയെടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ നോർമൽ ചാൻസുകളും വരുന്നത് ഈ ഒരു ടോട്ടൽ ടൈം ഫ്രെയിമിനുള്ളിലാണ്. ഇനി ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. സംഭവം നല്ല ക്ലിയർ ആകും. നിങ്ങളൊരു 3 വർഷത്തെ UG ഡിഗ്രി കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ N എന്ന് പറയുന്നത് 3 അല്ലേ? അപ്പോ N+2, അതായത് 3+2, മൊത്തം 5 വർഷം കിട്ടും നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ 2 വർഷത്തെ PG കോഴ്സാണെങ്കിലോ N 2 ആണ്. അപ്പോ 2+2 4 വർഷം കിട്ടും. ഇതുപോലെ നിങ്ങളുടെ കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള മാക്സിമം ടൈം നിങ്ങൾക്കിതിൽ നിന്ന് ഈസിയായി കണ്ടുപിടിക്കാം. ഓക്കെ, ഈ പറയുന്ന 5 വർഷം അല്ലെങ്കിൽ 4 വർഷം എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് എത്ര തവണ പരീക്ഷ എഴുതാൻ ചാൻസ് കിട്ടും, അല്ലേ? അതാണ് അടുത്ത ചോദ്യം. വാ, നമുക്കതൊന്ന് കൃത്യമായിട്ട് എണ്ണി നോക്കാം. നമുക്കൊരു ഉദാഹരണം വെച്ചിത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. വിചാരിക്കുക, നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മില് ഒരു പേപ്പർ പോയി. അപ്പോ നിങ്ങൾക്ക് ആ പേപ്പർ എപ്പോഴാ എഴുതാൻ പറ്റുക? സാധാരണയായി നിങ്ങളുടെ തൊട്ട് താഴെയുള്ള ബാച്ച്, അതായത് നിങ്ങളുടെ ജൂനിയേഴ്സ്, അവരുടെ ഫസ്റ്റ് സെം പരീക്ഷ എഴുതുമ്പോൾ അവരുടെ കൂടെ നിങ്ങൾക്കും എഴുതാം. അപ്പോൾ കോഴ്സ് പഠിക്കുന്ന ആ 3 വർഷവും പിന്നെ കിട്ടുന്ന 2 ഗ്രേസ് വർഷവും കൂടി കൂട്ടുമ്പോൾ ഒരു പേപ്പർ എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് ഏകദേശം 5ഓളം ചാൻസുകൾ കിട്ടും. ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. സപ്ലിമെന്ററി പരീക്ഷകൾക്ക് വേണ്ടി മാത്രമായിട്ട് യൂണിവേഴ്സിറ്റി വേറൊരു പരീക്ഷ നടത്തുന്നില്ല. നിങ്ങളുടെ തൊട്ട് ജൂനിയർ ബാച്ച് എപ്പോഴാണോ ആ സെമസ്റ്റർ പരീക്ഷ എഴുതുന്നത്, അവരുടെ കൂടെയാണ് നിങ്ങൾക്കും അവസരം. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരു പേപ്പറിന് വർഷത്തില് ഒരൊറ്റ ചാൻസ് മാത്രം കിട്ടുന്നത്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ശരി, ഈ പറഞ്ഞ N+2 ടൈമൊക്കെ കഴിഞ്ഞു, അതായത് 5 വർഷവും തീർന്നു. എന്നിട്ടും ഒരു പേപ്പർ ബാക്കിയുണ്ടെങ്കിൽ എന്തു ചെയ്യും? എല്ലാം തീർന്നോ? ഇല്ല. അവിടെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഒരു അവസാനത്തെ കൈത്താങ്ങ്, ഒരു ലൈഫ് ലൈൻ വരുന്നത്. അതാണ് മേഴ്സി ചാൻസ്. പക്ഷെ ഒരു കാര്യം, ഈ പേര് പോലെ തന്നെ ഇതൊരു മേഴ്സിയാണ്, അല്ലാതെ നമ്മുടെ അവകാശമൊന്നുമല്ല. അതായത് എല്ലാ നോർമൽ ചാൻസുകളും ഉപയോഗിച്ച് തീരുന്ന ചാൻസ് എക്സോസ്റ്റഡ് എന്ന് പറയുന്ന സ്റ്റുഡൻസിനു വേണ്ടി യൂണിവേഴ്സിറ്റി ഇടയ്ക്കൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നടത്തുന്ന ഒരു സ്പെഷ്യൽ പരീക്ഷയാണിത്. ഇതെല്ലാ വർഷവും ഉണ്ടാകുമെന്നൊരു ഗ്യാരണ്ടിയുമില്ല. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് അങ്ങനെയുള്ള ഒരു മേഴ്സി ചാൻസ് നോട്ടിഫിക്കേഷന്റെ ഒരു ഉദാഹരണമാണ്. ഇത് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാഭവൻ വെബ്സൈറ്റിലാണ് സാധാരണയായി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ വെബ്സൈറ്റ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണമെന്ന്. കാരണം ഈ ചാൻസ് വല്ലപ്പോഴും മാത്രം വരുന്ന ഒന്നാണ്. അത് മിസ്സായാൽ പിന്നെ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഒരു സാധാരണ സപ്ലിമെന്ററി പരീക്ഷയും ഈ മേഴ്സി ചാൻസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. മേഴ്സി ചാൻസ് നമ്മുടെ അവസാനത്തെ പിടിവള്ളിയാണ്, ശരി തന്നെ. പക്ഷേ അതിന് നല്ലൊരു വില കൊടുക്കേണ്ടി വരും. ഫീസ് സാധാരണ പരീക്ഷയുടെ പല ഇരട്ടിയായിരിക്കും. ചിലപ്പോൾ ഒരു പേപ്പറിന് തന്നെ വലിയൊരു തുക വരും. പിന്നെ പരീക്ഷാ കേന്ദ്രം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മാത്രമായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്താണ്? നമ്മുടെ ആ സാധാരണ ചാൻസുകൾക്കുള്ളിൽ തന്നെ ഇതൊക്കെ എഴുതിയെടുക്കാൻ നോക്കുന്നത് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളിലേക്ക് വരാം. അതായത് നമ്മുടെ കയ്യിലുള്ള ചാൻസുകൾ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ചില നിയമങ്ങൾ. ഇത് പലരും അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ചു കാര്യങ്ങളാണ്. നമുക്കതൊന്ന് നോക്കാം.
അറ്റൻഡൻസ് അല്ലെങ്കിൽ ഹാജർ. ഇതാണ് ഏറ്റവും വലിയ വില്ലൻ. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ, പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഓരോ പേപ്പറിനും മിനിമം 75% അറ്റൻഡൻസ് നിർബന്ധമാണ്. ഇനിയിപ്പോൾ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നാൽ ആ സെമസ്റ്ററിലെ പരീക്ഷ എഴുതാനുള്ള ചാൻസ് തന്നെ പോയി കിട്ടും. പിന്നീട് കോഴ്സൊക്കെ കഴിഞ്ഞിട്ടൊരു സ്പെഷ്യൽ ചാൻസ് കിട്ടുമ്പോൾ എഴുതേണ്ടി വരും. ചുമ്മാ സമയം കളയുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് അറ്റൻഡൻസ് ശ്രദ്ധിക്കുക. അടുത്തത് ഇന്റേണൽ മാർക്ക്. ഇത് ഒരുവിധം എല്ലാവരുടെയും ഒരു തലവേദനയാണ്, അല്ലേ? കുറഞ്ഞുപോയ ഇന്റേണൽ മാർക്ക് എങ്ങനെ മെച്ചപ്പെടുത്തും? അതിനൊറ്റ ചാൻസേ ഉള്ളൂ, ഒരേ ഒരു ചാൻസ്. അതും എപ്പോഴാണെന്നോ? നിങ്ങളുടെ കോഴ്സ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം, അതും ഒരു വർഷത്തിനുള്ളിൽ അപേക്ഷിക്കുകയും വേണം. അപ്പോൾ ആ ഒരൊറ്റ അവസരം എപ്പോ എങ്ങനെ ഉപയോഗിക്കണമെന്നത് വളരെ വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. വെറുതെ കളയരുത്. ഓക്കെ, അപ്പം നമ്മള് നിയമങ്ങളെപ്പറ്റിയും പ്രശ്നങ്ങളെപ്പറ്റിയുമൊക്കെ സംസാരിച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ കേട്ട് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് ഒരു ആക്ഷൻ പ്ലാനാണ്. എങ്ങനെ ഇതിനെയൊക്കെ നേരിടാം, എങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ടു പോകാം, അതിനുള്ള വഴികളാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. വിജയിക്കാനുള്ള ചില ടിപ്സ് അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റായിട്ട് ഇതിനെ കണ്ടോളൂ. ഏറ്റവും ടഫായിട്ടുള്ള കോർ പേപ്പറുകൾക്ക് മുൻഗണന കൊടുത്ത് അതാദ്യം ക്ലിയർ ചെയ്യാൻ നോക്കുക. അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട. ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള ആ ഒരൊറ്റ ചാൻസ്, അത് ശരിക്കും തയ്യാറെടുത്ത് മാത്രം ഉപയോഗിക്കുക. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും പ്രധാനം അവസാനത്തെ പോയിന്റാണ്. യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാഭവൻ വെബ്സൈറ്റ് അതൊരു ശീലമാക്കുക. ദിവസവും ഒന്ന് കേറി നോക്കുക. ഒരു ഡേറ്റ് മിസ്സായാൽ ഒരു ചാൻസാണ് പോകുന്നത്, ഓർക്കുക. ഇപ്പൊ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഭയങ്കര എളുപ്പമാണ്. എല്ലാം ഓൺലൈനിൽ ചെയ്യാം. ഈ കാണുന്ന സ്റ്റെപ്പുകൾ അങ്ങ് ഫോളോ ചെയ്താൽ മതി. ആദ്യം ഫീസ് അടയ്ക്കുക. ചെലാൻ നമ്പറും കോഡും കിട്ടും. അത് വെച്ച് ലോഗിൻ ചെയ്യുക. പക്ഷെ 4ാമത്തെ സ്റ്റെപ്പില് നിങ്ങൾ എഴുതേണ്ട പേപ്പേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധ വേണം. 100 വട്ടം ഉറപ്പ് വരുത്തുക. അറിയാതെ വേറെ ഏതെങ്കിലും പേപ്പർ സെലക്ട് ചെയ്താൽ ആ ചാൻസ് പോയി. എല്ലാം കഴിഞ്ഞ് ഫൈനൽ ആപ്ലിക്കേഷൻ ഫോം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയില്ലേ? ഒരു സപ്ലി അല്ലെങ്കിൽ ഒരു ബാക്ക്ലോഗ് കിട്ടിയെന്ന് വെച്ച് അതൊന്നും ലോകത്തിന്റെ അവസാനമൊന്നുമല്ല. കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ നിയമങ്ങൾ അറിയാം, നിങ്ങളുടെ ചാൻസുകൾ എത്രയാണെന്നറിയാം, വഴികളും അറിയാം. ഇനി വേണ്ടതെന്താണ്? ഒരു തുടക്കം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഏത് പേപ്പർ ക്ലിയർ ചെയ്യാനാണ് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? ഒരു പ്ലാൻ ഉണ്ടാക്കി ഇന്ന് തന്നെ പഠനം തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്.